إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسر لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ശ്രദ്ധ എന്നും എപ്പോഴും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരിഗണിക്കുക നമ്മുടെ നിലപാടുകൾ. ഏത് തരം നിലപാടുകൾ? സത്യസന്ധമായ നമ്മുടെ നിലപാടുകളാണ്. നമ്മുടെ വിശ്വാസരംഗങ്ങളിലാകട്ടെ, നമ്മുടെ കർമ്മരംഗങ്ങളിലാകട്ടെ, നമ്മുടെ ഏതേത് ഇടപാടുകളിലാകട്ടെ, നമ്മുടെ സ്വഭാവ മര്യാദകളിലാകട്ടെ, ഉണ്ടാകേണ്ട വളരെ ശക്തമായ സത്യസന്ധമായ നിലപാടുകൾ, സത്യസന്ധതകൾ. അതാണ് അല്ലാഹുവിന്റെ അടുക്കൽ പരിഗണീയമായ സംഗതി എന്നാണ് നമ്മൾ ആത്യന്തികം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അക്കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. ഇത് സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ഒരു ദിവസമാണ്. ഖിയാമത്ത് നാളിൽ ജനലക്ഷങ്ങൾ, ജനകോടികൾ തടിച്ചുകൂടിയ ആ മഹാസംഭവ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത് ആർക്കാണത് ഉപകാരപ്പെടുക? സത്യസന്ധന്മാർക്കാണ്. അവരുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. അവരോട് പറയപ്പെടും, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ. അവർക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട്, മനോഹരമായ അരുവികൾ ഒഴുകുന്ന സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹാ അബദ. അവർ അവിടെ ശാശ്വതവാസികളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തൃപ്തിപ്പെട്ടവരായിരിക്കും. അല്ലാഹുവിനെ കൊണ്ട് അവർ തൃപ്തി അടഞ്ഞവരായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധമുള്ളവരായിരിക്കും. അല്ലാഹുവിനെ അവർ തൃപ്തിപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും തൃപ്തിപ്പെട്ടു. ദാലിക്കൽ ഫൗസുൽ അദീം. അതാണ് മഹത്തരമായ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിഫാഖില്ലാതെ, റിയാ ഇല്ലാതെ, കളങ്കമില്ലാതെ, ഒടിവോ വക്രതയോ ഇല്ലാതെ, പുറപ്പോച്ചില്ലാതെ, പുറപ്പോടിയില്ലാതെ നേർക്ക് നേരെ നമ്മുടെ റബ്ബുമായുള്ള ബന്ധം ആരാണ് സത്യപ്പെടുത്തിയത്, ശരിപ്പെടുത്തിയത്, അവനാണ് വിജയമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതാണ് നമുക്ക് സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭം, ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 സഹാബികളായി, വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ചില റിപ്പോർട്ടിൽ 1500, 1600 എന്നൊക്കെ വന്നിട്ടുണ്ട്. സഹാബികളായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടു.
മക്കയിലെ മുശ്രിക്കുകൾ തടഞ്ഞു, ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സന്ധി സംഭാഷണത്തിനായി മക്കയിലെ ഉന്നതരുമായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തിരിച്ചു വരുന്ന സമയമായി, അദ്ദേഹത്തെ കാണുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കുകൾ വധിച്ചതായിരിക്കാം എന്ന വാർത്ത പരന്നു. സഹാബികൾക്കിടയിലൊക്കെ അത് പ്രചാരം തേടി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അദ്ദേഹം വരാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചുയർത്തിട്ട് പറഞ്ഞു, ഉസ്മാനിനെ അവർ വധിക്കുകയാണെങ്കിൽ നാം അവരെ നേരിടും. ആരുണ്ട് എന്റെ കൂടെ നിൽക്കാൻ? ഈ പറഞ്ഞ സന്ദർഭത്തിൽ ആ വന്ന സഹാബികൾ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് നൽകിയാണ്. അവർ ഉംറയ്ക്ക് വന്നതാണ്. കാര്യമായ ആയുധങ്ങളൊന്നും കരുതിയിരുന്നില്ല. അക്കാലത്തുണ്ടായിരുന്ന ചെറിയ ചെറിയ ആയുധങ്ങൾ ഒഴികെ യുദ്ധത്തിനുള്ള ഒരുക്കം എന്ന ആയുധങ്ങളൊന്നും അവർ കരുതിയിരുന്നില്ല. അതിനാൽ തന്നെ അവർക്ക് എങ്ങനെയാണത് മുന്നോട്ട് വരിക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ശങ്കിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുയർത്തി ചോദിക്കുന്നത്. പക്ഷേ ആ സഹാബികൾ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് നൽകിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദാ യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന് ചുവട്ടിൽ വെച്ച് സത്യവിശ്വാസികൾ താങ്കളോട് പ്രതിജ്ഞ ചെയ്തിരുന്ന സന്ദർഭം തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. ഫഅൻസല സകീനത അലൈഹിം വഅസാബകും ഫത്ഹൻ ഖരീബ. അവരുടെക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം ഇറക്കി ആസന്നമായ വിജയം അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു എന്നാണ്. ഇവിടെ അല്ലാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ബയ്യത്ത് ചെയ്ത സഹാബികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രയോഗം എന്താണ്? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അറിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരവൻ തൃപ്തിപ്പെട്ടു എന്നാണ്. സഹോദരന്മാരെ, കൃത്യമായ ഹൃദയശുദ്ധി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. വൃത്തിയുള്ള ഹൃദയം, കളങ്കമില്ലാത്തവരുടെ ഹൃദയം, യാതൊരു തരത്തിലും പകയമോ വിദ്വേഷമോ വെറുപ്പോ കുശുമ്പോ അസൂയോ ആർത്തിയോ നീരസോ പ്രകടിപ്പിക്കാത്ത അവരുടെ ഹൃദയം, സലീമായി നിലകൊള്ളുന്ന അവരുടെ ഹൃദയം, അത് ആരറിഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നടങ്കം തൃപ്തിപ്പെട്ടു എന്നവൻ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൻ നാര അഹദും മിമ്മൻ ബായഅ തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ അടിയിൽ വെച്ച് ബയ്യത്ത് ചെയ്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ആ മരത്തിന്റെ അടിയിൽ വെച്ച് ബയ്യത്ത് ചെയ്ത ഒരാളും സഹാബികൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം എന്ത്? ഫഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു. സഹോദരന്മാരെ, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരി റുബിയ ബിൻത് റുബൈ ബിൻത് നളർ അവര് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ചെറിയ ഇടപാടിൽ ആ പെൺകുട്ടിയുടെ പല്ല് പൊട്ടിപ്പോയി. സ്വാഭാവികമായും ആ പെൺകുട്ടിയും കുടുംബക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പരാതി പറഞ്ഞു. റുബിയ ബിൻത് നളർ അവര് നമ്മുടെ കുട്ടിയെ അടിച്ചു, പല്ല് പൊട്ടിച്ചു എന്നായിരുന്നു പരാതി. എന്താണ് പ്രതിക്രിയ? ഇസ്ലാമിക നിയമപ്രകാരം ഖിസാസ്, പല്ലിന് പല്ലാണ്, കണ്ണിന് കണ്ണാണ്, അടിമക്ക് അടിമയാണ്. അങ്ങനെയാണ്, നീതി തുല്യമാണ്. അവരുടെ ആവശ്യം റുബിയുടെ പല്ല് എടുക്കണമെന്നായിരുന്നു, പൊട്ടിക്കണമെന്നായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. അവർ അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോവുകയാണ്. യാ റസൂലല്ലാഹ്, അതക്സറു സനിയത്തു റുബയ്യ, റുബിയന്റെ പല്ല് പൊട്ടിക്കുമോ? റുബിയന്റെ പല്ല് പൊട്ടിക്കുമോ? ലാ വല്ലദീ ബഅസക ബില്ലകി ലാ തുക്സറു സനിയതുഹാ, അല്ലാഹു തന്നെയാണ് സത്യം, താങ്കളെ ആരാണോ നിയോഗിച്ചത് ആ അല്ലാഹു തന്നെയാണ് സത്യം, അവരുടെ പല്ല് പൊട്ടിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അനസ്, കിതാബുല്ലാഹി ഖിസാസ്. എന്തേ അനസ് നിനക്ക് പറ്റിയേ? അല്ലാഹുവിന്റെ കിതാബിൽ ഖിസാസിനെ പറ്റി പറയുന്നില്ലേ? ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? ആ പെൺകുട്ടിയുടെ ആൾക്കാർ. അവരെന്താക്കി? അവർ മാപ്പ് നൽകി. ആർക്ക്? റുബയ്യക്ക് മാപ്പ് നൽകി. ചിന്തിക്കണം. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലാ അബറ.
അള്ളാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ അവനുടെ സത്യം നിറവേറ്റും എന്ന് പറഞ്ഞാൽ അനസ് ബിൻ നളർ ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സിറു സനിയതുഹാ, അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹുവാണ് നിങ്ങളെ നിയോഗിച്ചത്, അവൻ തന്നെയാണ് സത്യം, എന്റെ സഹോദരിയുടെ പല്ല് പൊട്ടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു, അത് സത്യസന്ധമായ വിശ്വാസമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ എന്താക്കി? ഒരു ആർദ്രത ഇട്ടുകൊടുത്തു, ഒരു ദയ ഇട്ടുകൊടുത്തു. അവർ മാപ്പ് നൽകി. എന്തുകൊണ്ടാണ്? സത്യസന്ധമായ നിലപാടുകളാണ്. ആരാണ് ഈ അനസ് ബിൻ നളർ? അനസ് ബിൻ മാലിക് പറയുന്നുണ്ട്, അതായത് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അനസ്. ഈ മാലിക്കിന്റെ സഹോദരനാണ് അനസ് ബിൻ നളർ എന്ന് പറയുന്നത്. അതേപോലെ എന്റെ ഉപ്പയുടെ സഹോദരനാണ് അനസ്, അതായത് മാലിക്കിന്റെ സഹോദരനാണ് അനസ്. സ്വന്തം സഹോദരന്റെ പേരാണ് മകന് നൽകുന്നത്. അതെങ്ങനെയാണ് അനസ് ബിൻ മാലിക് വരുന്നത്? സ്വന്തം സഹോദരന്റെ പേരാണ് മകന് നൽകിയത്. അപ്പൊ അത്രമാത്രം സ്നേഹമായിരുന്നു സഹോദരനോട്. ഈ അനസ് ബിൻ മാലിക് അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ അനസ് ബിൻ നളർ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 11 വയസ്സായ അനസ് ബിൻ മാലിക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സഹോദരന്റെ മകൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പറഞ്ഞ സഹോദരി റുബിയുടെ മകൻ ഹാരിസ് ബിൻ സുഖാര ബദറിൽ രക്തസാക്ഷിയായ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അനസ് ബിൻ നളർ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് മുശ്രിക്കുകളുടെ നടത്തിയ ആദ്യ യുദ്ധമുണ്ടല്ലോ, എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല. അല്ലാഹു സാക്ഷി, മുശ്രിക്കുകളുടെ ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലാഹു തന്നെയാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ബദറിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റാത്തത്? അത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് ഒരു വലിയൊരു ഒരുക്കം നടത്തിയിരുന്നില്ല. എത്ര പേരെയാണ് അവിടെ ഉണ്ടായിരുന്നത്? അവരെയും കൊണ്ടായിരുന്നു ബദറിലേക്ക് പുറപ്പെട്ടത് എന്നാണ് അതിലൊരു വാദം. അതുകൊണ്ട് തന്നെ അനസ് ബിൻ നളർ അതിനെക്കുറിച്ച് അശ്രദ്ധാലുവായിരുന്നു. പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കാഴ്ചയുള്ളവനായി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പറയാണ്, എന്നൊരു യുദ്ധമുണ്ടായാലുണ്ടല്ലോ ഞാൻ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുമെന്ന്. പിന്നെ വരുന്ന യുദ്ധം ഉഹദാണ്, ഉഗ്രമായ പോരാട്ടമാണ്. ആ പോരാട്ടത്തിനിടയിൽ പലരും ഒളിച്ചോടി, പലരും പിന്തിരിഞ്ഞു ഓടി. ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്ന വിജയമുണ്ടായിരുന്നു. എന്നാൽ ശത്രുക്കൾ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഇരച്ചു കയറിയപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ഒളിച്ചോടുന്ന, ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അനസ് ബിൻ നളറിന്റെ നേതൃത്വത്തിലുള്ള സഹാബികളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിരോധമായിട്ടുണ്ടായിരുന്നത്. അനസ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് പറയുന്നുണ്ട്, യാ അബാ അമർ, ഉഹദിൽ വെച്ച് പറയുന്നുണ്ട്, യാ അബാ അമർ ഐന ഫഖാല വാഅൻ ലിദീഖിൽ ജന്നത്തി അജ്ദു ദൂന ഉഹദ്. ഏ സഅദേ, സഅദ് ബിൻ മുആദിനോട് പറയാം, ഏ സഅദേ, അതെ നളറിന്റെ നാദം തന്നെയാണ് സത്യം, ഉഹദിന്റെ താഴ്വരയിൽ സ്വർഗത്തിന്റെ പരിമളം എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ്. ഞാനിവിടെ സ്വർഗത്തെ കാണുന്നുണ്ട്, സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യുഗ്രമായ പോരാട്ടമായിരുന്നു അദ്ദേഹം ശത്രുക്കൾക്ക് നേരെ കുതിച്ചോടിക്കൊണ്ട് നടത്തിയത് എന്നാണ്. അനസ് ബിൻ മാലിക് പിന്നീട് പറയുകയാണ്, അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80 കുത്തും വെട്ടും ഏറും കാണപ്പെട്ടു. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മുഖം വികൃതമാക്കപ്പെട്ട രീതിയിലായിരുന്നു. നേരത്തെ പറഞ്ഞ റുബിയ ബിൻത് നളർ അദ്ദേഹത്തിന്റെ സഹോദരി ഉഹദിലെത്തിയാണ്. അദ്ദേഹത്തിന് ഒരു വിരൽത്തുമ്പ് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. എന്തുകൊണ്ടാണ്? സത്യസന്ധമായ വാക്കുകൾ പാലിക്കണമെന്നുള്ള ദൃഢനിശ്ചയം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്സാബിൽ പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. മുഅ്മിനീങ്ങളിൽപ്പെട്ട ചിലർ അല്ലാഹുവിനോട് കരാറ് പറഞ്ഞാൽ അത് പാലിക്കുവാനായി അവർ അതിൽ സത്യസന്ധത പുലർത്തുകയുണ്ടായി. ആരെ പറ്റിയാണ്? അനസ് ബിൻ നളറിനെ പറ്റിയാണ്. ഫമിൻഹും മൻ ഖലാ നഹ്ബഹു വമിൻഹും മൻ യത്തദിർ വമാ ബദ്ദലൂ തബ്ദീല. ചിലർ അതിലെന്താക്കി രക്തസാക്ഷ്യത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി, മറ്റു ചിലർ അതിന് കാത്തിരിക്കുന്നു. അവർ ആ ഉടമ്പടി ഒരിക്കലും മാറ്റപ്പെടുത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നടത്തിയ ഉടമ്പടിയുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി. മുഅ്മിനീങ്ങളിൽപ്പെട്ട ചിലർ അല്ലാഹുവിനോട് കരാറ് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ഏതെങ്കിലും കരാറ് പറഞ്ഞാൽ
അതിലവർ സത്യസന്ധത പുലർത്തും എന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലും അവർ മാറ്റപ്പെടുത്തൽ അവർ നടത്തുകയില്ല. ചിന്തിക്കേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? സത്യസന്ധമായ നിലപാടുകളാണ്. സത്യസന്ധമായ കാര്യങ്ങളെ വളരെ കൃത്യമായി അവബോധനം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അനസ് ഇബ്നു മാലിക് തന്നെ മരണപ്പെട്ട ഹദീസിൽ കാണാം. കുറച്ച് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്. അവര് പറഞ്ഞു, അനി അബസു മഅനാ റിജാലിൻ യുഅല്ലിമുനാ അൽ ഖുർആൻ വൽ സുന്ന. ഫഖാലു അനി അബസു മഅനാ റിജാലിൻ യുഅല്ലിമുനാ അൽ ഖുർആൻ വൽ സുന്ന. അല്ലാഹുവിന്റെ പ്രവാചകരെ, നമ്മളെ ചില ആൾക്കാരെ വിട്ടുതരണം. ഖുർആൻ സുന്നത്ത് പഠിപ്പിക്കാൻ വേണ്ടി യോഗ്യതയുള്ളവരായിരിക്കണം അവർ. ഈ ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വാക്കല്ല. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. സുന്നത്ത് പിൻപറ്റണം, സുന്നത്തിന് ഇഷ്ടപ്പെടണം. അന്നേ സഹാബികൾ ഉപയോഗിച്ച, ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഉപയോഗിച്ച പദമാണ്. അവർ വന്ന് പറയാണ്, ഖുർആൻ സുന്നത്തും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ വിട്ടുതരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബഅസ ഇലൈഹിം 70 റജുലൻ മിനൽ അൻസാരി യുഖാലു ലഹുൽ ഖുർആൻ. നമ്മളൊക്കെ കേട്ടതാ. 70ഓളം പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകൊടുക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ അക്കൂട്ടത്തിൽ എന്റെ അമ്മാവൻ ഹറാമും ഉണ്ടായിരുന്നു. രാത്രിയിൽ പഠിക്കുവാൻ വേണ്ടി ഇവർ പരസ്പരം പഠിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്തിരുന്ന ആൾക്കാരായിരുന്നവർ. പകൽ സമയത്ത് അവർ വെള്ളം കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കും, വിറക് ശേഖരിക്കുകയും അത് വിൽക്കുകയും ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് പാവപ്പെട്ടവർക്ക്, പള്ളിയിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഇവരെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. എന്ന് പറയാൻ രാത്രിയിലോ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആൻ ഓതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്തുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. പകലിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്യും. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഖുർആനുകൾ എന്ന് വിളിക്കപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. എന്നാൽ വഴിയിൽ വെച്ചൊരു ചതിയാണ് ഉണ്ടായിരുന്നത്. അവരെന്താക്കി? ഒളിഞ്ഞും പതുങ്ങിയും ഈ കൂട്ടത്തിൽ കൂടിക്കൊണ്ടിരുന്ന ഓരോരുത്തരെയും വധിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വധിക്കപ്പെടുമെന്ന് കണ്ടപ്പോ അവർ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി പറഞ്ഞൊരു വാക്കുണ്ട്. ഫഖാലു, അവർ പറഞ്ഞു, അല്ലാഹുമ്മ ബല്ലിഗ അന്നാ നബിയനാ അന്നാ ഖദ് ലകീനക ഫറലീന അൻക വറലീത അന്നാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകനെ, ഞങ്ങളെ കുറിച്ചുള്ള വാർത്ത നീ എത്തിച്ചു കൊടുക്കണമേ. അവർ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടി, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടി, ഞങ്ങൾ നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ ഞങ്ങളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. കൊല്ലപ്പെടുമെന്ന വസ്തുത പറയുന്നത്. ഞങ്ങൾ നിന്നെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ നമ്മളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത നമ്മുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. ഒരാൾ അനസിന്റെ അമ്മാവനായ ഹറാമിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ പുറകിൽ നിന്ന് കുന്നം കൊണ്ട് കുത്തിയെന്ന അത് തുളക്കുന്നത് വരെ ഇങ്ങനെ പിറകിൽ നിന്ന് കുത്തുകയുണ്ടായിരുന്ന. അപ്പോൾ ഹറാം പറഞ്ഞെന്ന, ഞാൻ വിജയിച്ചു, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബല്ലിഗ അന്നാ നബിയന അന്നാ ഖദ് ലകീനക. നിന്നെ കണ്ടുമുട്ടിയ വിവരമുണ്ടല്ലോ, നിന്നെ കണ്ടുമുട്ടുന്ന വിവരമുണ്ടല്ലോ, അത് നമ്മുടെ നബിക്ക് നീ അറിയിക്കണമേ. ഈമാനിന്റെ സത്യസന്ധതയാണ്, ദൃഢതയാണ്. ഫറലീന അൻക വറലീത അന്നാ. കുന്തം തുളച്ചു കയറുമ്പോൾ പറയാണ്, നമ്മൾ നിന്നെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ നമ്മളെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, പക്ഷെ ഈ വാർത്ത നമ്മുടെ നബിക്ക് അറിയിക്കണമേ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും മുന്നെടുത്തു വന്നവർ, പിന്നീട് പിന്തുടർന്ന് വന്ന ആൾക്കാർ നന്മയിൽ റളിയല്ലാഹു അൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അവർ അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു.
വഅഅദ്ദ ലക്കും ജന്നാത്തിൻ തജ്രി തഹ്തൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ. അവർക്ക് താഴ്ഭാഗത്ത് അരുവിയൊഴുക്കുന്ന മഹത്തായ സ്വർഗ്ഗത്തോപ്പുകളുണ്ട്, അവരതിൽ ശാശ്വതവാസികളാണ്. ദാലികൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമാണ് എന്നാണ്. സഹോദരന്മാർ, എന്തുകൊണ്ടാണ് അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവരെ തൃപ്തിപ്പെട്ടത്? അവരുടെ നിലപാടുകളിൽ സത്യസന്ധത പുലർത്തി എന്നാണ്. കേവലമായ വാക്കുകളല്ല, കേവലമായ പുറംപൂച്ചലുകളല്ല. മരണപ്പെടും, കൊല്ലപ്പെടും എന്ന രീതിയിൽ പോലും അല്ലാഹുവിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തി. നമ്മെ കൊല്ലപ്പെടുമെന്ന അവസ്ഥയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആയിരിക്കുകയാണ്, പ്രതീക്ഷ വെച്ച് വരുത്തിക്കൊണ്ടുള്ള ദുആയാണ്. സഹോദരന്മാർ, ഇമാം നിസായി അദ്ദേഹത്തിന്റെ സുനദിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ഒരു അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിച്ചു, പ്രവാചകനിൽ വിശ്വസിച്ചു എന്നൊക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, എനിക്ക് താങ്കളുടെ കൂടെ ഹിജ്റ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയി. ശേഷം പറഞ്ഞു, എനിക്ക് താങ്കളുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത്, അതായത് യുദ്ധാർജിത സ്വത്ത് വീതം വെച്ചപ്പോ ആ അഅറാബിക്ക് പ്രത്യേകമായി കൊടുത്തയക്കുന്ന സന്ദർഭമുണ്ട്. അദ്ദേഹം അത് വാങ്ങി. തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നതാണ്. എന്തിനാണ് അതറിയില്ല, നബി താങ്കൾക്ക് കൊടുത്തയച്ചതാണ്. അദ്ദേഹം ഈ ഗനീമത്ത് സ്വത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, ഇതെന്തിനാ? ഗനീമത്താണ്, താങ്കൾക്കുള്ള വീതാണ്. ഞങ്ങൾക്കറിയില്ല, യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് അങ്ങനെ വീതം കിട്ടുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ, ഞാൻ ഇതിനു വേണ്ടിയിട്ടൊന്നല്ല താങ്കൾ കൂടെ കൂടിയത്, ഞാൻ ഇതിനു വേണ്ടിയിട്ടൊന്നല്ല ഇസ്ലാമായത്, ഹിജ്റ വന്നത്, താങ്കളുടെ കൂടെ യുദ്ധത്തിൽ വന്നത്. മറിച്ച് എന്റെ തൊണ്ടയുണ്ടല്ലോ, തൊണ്ടയിൽ അമ്പ് തുറക്കണം യുദ്ധത്തിൽ, ഇപ്പുറത്തണം. എന്നിട്ട് ഞാനങ്ങ് മരിച്ചു വീഴണം. എനിക്കങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കണം. എനിക്ക് വേറൊരു രക്ഷയില്ല. എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. എനിക്ക് ഈ ഭൗതികമായ വസ്തുക്കളെ അതിനു പഠിച്ച് ഒന്നല്ല ഞാൻ നിങ്ങൾ കൂടിയത്. മറിച്ച് ഞാൻ പങ്കെടുത്ത എന്താ? തൊണ്ടയിൽ അമ്പ് തുറക്കണം, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നാണ് ഹദീസിൽ കാണാം. പിന്നീട് യുദ്ധം വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ, മനസ്സിൽ തെറ്റിച്ച പറഞ്ഞെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സത്യപ്പെടുത്തി തരും. യുദ്ധം വന്നു. ഒരു മനുഷ്യനെ എടുത്തുകൊണ്ടുവരികയാണ്, തൊണ്ടക്ക് അമ്പ് തറച്ച രീതിയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹുവ, ആ മനുഷ്യനാണോ? അപ്പൊ സഹൽ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹു ഫസദഖഹു. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടല്ലോ, ആ വാക്ക് ആത്മാർത്ഥമുള്ള സത്യസന്ധമായ വാക്കായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പെടുത്തു. ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ ദാ അബ്ദുക, അല്ലാഹുവേ, ഇവൻ താങ്കളുടെ അടിമയാണ്, നിന്റെ അടിമയാണ്. ഖറജ മുഹാജിറൻ ഫീ സബീലിക, അതേ എന്റെ കൂടെ ഹിജ്റ വന്നു. ഫഖുതില ഷഹീദൻ, അവസാനം ഷഹീദായി. അന ഷഹീദുൻ അലി, ഞാൻ അതിന് സാക്ഷിയാണ്. സഹോദരന്മാർ, ചിന്തിക്കേണ്ട വിഷയമാണ്. സത്യസന്ധമായ വാക്ക്, ആരെയും ഭയപ്പെട്ടില്ല. നിലപാടിൽ ഒരു സുതാര്യമായ നിലപാടുണ്ടായിരുന്നു, വളരെ കൃത്യമായ നിലപാടുണ്ടായിരുന്നു. സത്യസന്ധത ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെച്ച് കാത്തു സൂക്ഷിച്ചു. സംസാരങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഇടപാടുകളിലും എല്ലാറ്റിലും അവ്യക്തമായ നിലപാട് വെച്ച് പുലർത്തിക്കൊണ്ടുള്ള തേട്ടം നടത്തിയപ്പോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാഴ്ച നമുക്ക് കാണുവാനുണ്ടായി. സഹോദരന്മാരെ, താബീഈന്റെ കൂട്ടത്തിലെ നേതാവാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവോട്, ഉവൈസുൽ ഖർനിയെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചാൽ താങ്കൾക്ക് പുറത്തു തരാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടണം. കാരണം ഉവൈസുൽ ഖർനിയുടെ ദുആയ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളപ്പെടുകയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കാണാത്ത ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ കണ്ടുമുട്ടിയാൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി താങ്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ
താങ്കൾ ആവശ്യപ്പെടണം. കാരണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തടയപ്പെടുകയില്ല. അത് യമനിലുള്ള പ്രദേശത്താണ്, കർണ എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹത്തിന് ഇന്ന് അടയാളങ്ങളുണ്ട് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പിന്നീട് ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്ത് യമനിൽ നിന്ന് ആര് വന്നാലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുമെന്നാണ്, ഉവൈസുൽ കർണിയാണോ, ഉവൈസുൽ കർണിയാണോ? അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. ബുഖാരി മുസ്ലിമിലൊക്കെയുള്ള ഹദീസാണ്. അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞു, അതെ ഞാൻ ഉവൈസ് കർണ എന്ന പ്രദേശത്ത് നിന്നാണോ? അതേ, കർണ എന്ന പ്രദേശത്ത് നിന്നാണ്. താങ്കൾക്ക് താങ്കൾക്ക് വെള്ളപ്പാണ്ട് രോഗം വരികയും എന്നിട്ട് ഒരു പൈസയുടെ ആകൃതിയിലല്ലാതെ ഒരു ദിർഹമിന്റെ അടയാളത്തിലല്ലാതെ മറ്റുള്ള അവസ്ഥകളിൽ നിന്നൊക്കെ ആ രോഗം മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കൊരു വൃദ്ധയായ മാതാവുണ്ടായിരുന്നു, താങ്കൾ അവരെ പരിചരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനാണോ? അതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. താങ്കളോട് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ഇരക്കണം, താങ്കളെ കണ്ടുമുട്ടിയാലെന്ന. എന്തുകൊണ്ടാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്? ലഹു വാലിദത്തുൻ വബിഹാ ബർറുൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അദ്ദേഹത്തിന് മാതാവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം മാതാവിനെ പരിചരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം, സ്വന്തം മാതാവിനെ പരിചരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോകണം. ഈ രണ്ട് തമ്മിൽ, ജിഹാദ് തമ്മിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റുമുട്ടിയപ്പോ സ്വന്തം മാതാവിനെ പരിചരിക്കുക എന്ന വലിയൊരു ജിഹാദ് അദ്ദേഹം ഏറ്റെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകാരം നൽകി. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അദ്ദേഹം അല്ലാഹുവിന്റെ പേരിൽ ശപഥം ചെയ്താൽ അത് നിറവേറ്റുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അംഗീകരിച്ചതിന്റെ വളരെ വ്യക്തമായ അടയാളം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. സഹോദരന്മാരെ, നമ്മൾ മറ്റുള്ള ആരെങ്കിലും കാണുമ്പോൾ മാനവരിലും ഒച്ചാക്കും പരിചരിക്കുന്ന രൂപത്തിൽ അഭിനയിക്കും. എന്നാൽ ഹൃദയം തുറഞ്ഞ് മാതാവിനെ പരിചരിക്കാൻ, സംരക്ഷിക്കാൻ, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഹൃദയത്തോടു കൂടി സത്യസന്ധമായി സ്വന്തം മാതാപിതാക്കളുടെ നിലപാടുകൾ, അതിന് പോലും ആകാശത്തിനുള്ള അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടുകളും നമ്മുടെ പ്രവർത്തനങ്ങളും അത് സത്യസന്ധമായിരിക്കണം എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ നിലപാടുകൾ സത്യസന്ധമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ നിലപാടുകൾ സത്യസന്ധമാക്കുക എന്നാണ്. പുറമേ ചിലപ്പോൾ വലിയ താടിയും നിസ്കാരത്തായും തൊപ്പിയും അടയാളങ്ങൾ ഒരുപാട് നമുക്കുണ്ടായേക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നാൽ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചൂളിപ്പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകുമെങ്കിൽ നമ്മുടെ നിലപാടുകളുടെ സത്യസന്ധതയല്ല, നിലപാടുകളുടെ കാപട്യമായിരിക്കും അതിന്റെ പരിണിത ഫലം എന്ന വലിയൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഏത് നിലപാടുകൾ സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇമാം ബുഖാരിയൊക്കെ ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കേട്ട ഒരു സംഭവം. 3 പേര് അവർ യാത്രയിലായിരുന്നു. അപ്പൊ മഴ വന്നപ്പോൾ ഒരു ഗുഹയിലേക്ക് ഇങ്ങനെ കയറിക്കൂടി. ശക്തമായ മഴയാണ്. മേൽത്തട്ടത്ത് വലിയൊരു പാറക്കല്ല് വന്നിട്ട് ആ ഗുഹാമുഖം അടഞ്ഞു പോയി. അവർ ഉള്ളിൽ നിന്ന് തള്ളിയിട്ടേക്ക് നോക്കി, ആ കല്ല് നീങ്ങുന്നില്ല. അപ്പോൾ ആ 3 പേര് തീരുമാനിച്ചു, അല്ലാഹുവിനെ എത്തിപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മളിൽ ഉണ്ടാകുമല്ലോ, നമ്മൾ വിശ്വാസികളാണല്ലോ, അത് മുൻനിർത്തി അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞ് വന്നാൽ പശുവിന്റെ പാലൊക്കെ കറക്കും. ആദ്യം മാതാപിതാക്കൾക്ക് കൊടുക്കും, അതിനുശേഷം എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തിരുന്നത്. ഒരു ദിവസം കാട്ടിലേക്ക് പോയി ഞാൻ അല്പം വൈകിട്ടാണ് വന്നപ്പോൾ മാതാപിതാക്കൾ ഉറക്കിലായിരുന്നു. കുട്ടികളാകട്ടെ എന്റെ ഈ പാലിന് കാത്തിരിക്കുക. അവരെന്റെ കാല് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരയാൻ തുടങ്ങി. പക്ഷെ ഞാൻ കൊടുത്തിരുന്ന ഒരു പതിവ് ചരിയുണ്ട്, അതെന്റെ മാതാപിതാക്കൾക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഉണർന്ന് അവർക്ക് കൊടുത്താൽ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ നിശ്ചയം ചെയ്തു. അവർ എഴുന്നേറ്റപ്പോഴാണ് അവർക്ക് കൊടുത്തിട്ടായിരുന്നു, ഈ കരയുന്ന കുട്ടികളിവിടെ വെച്ചിട്ടുണ്ട് അവർക്ക് കൊടുത്തിട്ടായിരുന്നു ശേഷം ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്.
അല്ലാഹു ഞാനിത് ചെയ്ത് നിന്റെ വജഹ് കാംക്ഷിച്ചിട്ട് മാത്രമാണ്. മറ്റുള്ള ആരും കാണാനില്ല, ഇവിടെ ആരും അറിയാനില്ല. പക്ഷെ നിന്റെ ഭയന്ന് കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത് എങ്കിൽ, അത് സത്യമായി നീ അറിയുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ ആകാശത്ത് നിന്ന് വെളിച്ചം തരുന്ന രൂപത്തിൽ ആ പാറക്കല്ലിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോ സ്വാഭാവികമായ പാറക്കല്ല് കുറച്ചങ്ങ് നീങ്ങിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരിക. മറ്റുള്ളവർ പ്രാർത്ഥിച്ചു, എന്റെ അമ്മാവന്റെ മകളെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു, അവൾ വല്ലാതെ ആഗ്രഹിച്ചു, അതുകൊണ്ട് വെച്ച് പുലർത്തി എന്റെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ അവൾക്കൊരു പ്രയാസം വന്നു. 100 ദിർഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100 ദിർഹം തരാം, പക്ഷെ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം എന്ന് പറഞ്ഞു. അവൾ വഴങ്ങി. അങ്ങനെ വഴങ്ങിയ ആ ഘട്ടത്തിലെത്തി, കാൽക്ക് കാലെ രംഗമെത്തിയപ്പോ അവൾ എന്നോട് പറഞ്ഞു, യാ അബ്ദുല്ലാ ഇത്തക്കില്ല, യാ അബ്ദുല്ലാ ഇത്തക്കില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഭയന്ന് ഞാൻ അവിടെ എണീറ്റ് പോയി. ഇത് ഞാൻ ചെയ്തത്, ഞാൻ എണീറ്റ് പോയത് നിന്നെ ഭയന്നുകൊണ്ട് മാത്രമാണെങ്കിൽ അല്ലാഹു ഇവിടെ തന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പൊ അറക്കല്ല് കുറച്ചും കൂടി നീങ്ങിയെന്ന്. മൂന്നാമത്തെ ഒരാള് നമ്മൾ ധാരാളം കേട്ടതാ, അയാൾ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഒരാളെ കൂലിക്ക് നിർത്തി. അങ്ങനെ ദിവസം കൂലിക്ക് ഇങ്ങനെ നിർത്തിച്ചപ്പോ അയാൾ ദിവസം പൈസ വാങ്ങാണ്ട് പോയി. എന്റെ അടുത്ത് കൂലി അവശേഷിപ്പുണ്ടായിരുന്നു, ഞാനത് അവിടെ സൂക്ഷിച്ചു. കുറച്ച് ആടുകളൊക്കെ വാങ്ങി കുറച്ച് കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്ന് എന്റെ കൂലി ചോദിച്ചു. ഞാൻ പറഞ്ഞ ആടുകളും മാടുകളും ഒക്കെ നിങ്ങൾ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞു. അയാൾ അത്ഭുതപ്പെട്ടു. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണെന്ന് ചോദിച്ചു. അല്ല, അത് നിങ്ങൾ തന്നെ, നിങ്ങൾ എടുത്തു പോകുന്നു പറഞ്ഞു. അതെടുത്ത് അയാൾ പോയി. അല്ലാഹു ഞാനിത് ചെയ്ത് നിന്റെ വജഹ് കാംക്ഷിച്ചാണ് എന്ന് നീ അറിയുന്നെങ്കിൽ നീ നമ്മളെ രക്ഷപ്പെടുത്തണം. പാറക്കല്ല് നീങ്ങിയെന്ന സഹോദരന്മാരെ, ജീവിതത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കാൻ നമുക്ക് സാധിച്ചാൽ ആ നിലപാടുകളെ അല്ലാഹുവിനെ മുൻനിർത്തി നമ്മുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഓട്ടോമാറ്റിക്കുള്ള പല രൂപത്തിൽ ഫസാദുണ്ട്, കുഴപ്പമുണ്ട്, ഫിതനയുണ്ട്, എല്ലാവരും മുഴങ്ങി ഇബാദത്തുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ അത് ഒരു തരത്തിലും ഉപയോഗപ്പെടാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിലപാടുകളിലും പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും അതുപോലെ തന്നെ സ്വഭാവ മര്യാദകളിലും വളരെ വ്യക്തമായ സത്യസന്ധമായ നിലപാട് പുലർത്താൻ വിശ്വാസികൾ എന്ന രീതിയിലേക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റിത്തീർക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, എല്ലാവിധ വിദഗ്ധകളെയും പിടിച്ചുകൊണ്ട് ജീവിക്കുക, എല്ലാവിധ ശിർക്കുകളും ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. കാലാനുസൃതി വരുന്ന പൊങ്ങച്ചങ്ങളും അതുപോലെ തന്നെ നമ്മളെ മാക്കിക്കളിയുന്ന ആർഭാടുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ പ്രതിഫലിച്ചുകൂടുകയും അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും കർമ്മങ്ങൾ സുതാര്യമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത രോഗങ്ങളും എപ്പോഴും മരുന്നുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാക്കുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് ഞങ്ങൾ നിന്നോട് അഭിചോദിക്കുകയാണ്. അള്ളാഹുവേ, ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റിത്തീർക്കണമേ. അള്ളാഹുവേ, നമ്മിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഖ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.